പക്ഷേ എന്നിട്ട് അൽ ഖ്വയ്ദയുടെ 14 തീവ്രവാദികളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയുമായിട്ടാണ് ഇവർ വന്നത്. പ്രത്യേകിച്ച് ഇവരെ പിടിച്ചിരിക്കുന്നത് ഈ ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ 14 പേരെയും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ കാലം അൽ ഖ്വയ്ദയുടെ പേര് നമ്മളെങ്ങും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് വീണ്ടും നമ്മൾ കേട്ടു തുടങ്ങിയത്. ഒരു കാലത്ത് അൽ ഖ്വയ്ദ, ഈ ഉസാമ ബിൻ ലാദൻ്റെ അദ്ദേഹം രൂപീകരിച്ച ഭീകരവാദ സംഘടനയാണ് അൽ ഖ്വയ്ദ. അപ്പോൾ ഇപ്പോൾ വീണ്ടും അൽ ഖ്വയ്ദയുടെ പേര് നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ്, പക്ഷേ പോലീസ് അവരുടെ ആക്രമണ നീക്കം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു അൽ ഖ്വയ്ദയുടെ ഭീഷണിയും കൂടെ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ തെളിയുന്നത്. ജോണേ, ഇത് മാത്രമല്ലല്ലോ, പല കാര്യങ്ങളും ഇപ്പം വീണ്ടും പഴയത് മുളച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ? കഴിഞ്ഞ 10 കൊല്ലത്തിനപ്പുറം ഈ പുതിയ ഭരണത്തിൽ കയറിയതിന് ശേഷം രാജ്യത്ത് പലതും പുനർജനിക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ. അതിർത്തി രാജ്യങ്ങളിൽ ഒക്കെ പ്രശ്നം, അതെ, നമ്മുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയങ്ങൾ, പിന്നെ അൽ ഖ്വയ്ദയൊക്കെ ഇവിടെ ഉണ്ട്, അതിലെ ഉറങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ഉറക്കം നടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ട്. അവർ വീണ്ടും സജീവമായി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അവർ സജീവമാവുന്നത് എപ്പോൾ? അവർക്ക് സജീവമാവാൻ ധൈര്യം കിട്ടുന്നതും ഇനി ആവാമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിന് തെളിവ്. അപ്പം ഒന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ ദുർബലമായ ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും ശക്തി പ്രാപിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തരാണ്, നിങ്ങൾ ഉണർന്ന് എണീറ്റ് വരൂ എന്ന് ഒരു കമാൻഡ് കൊടുക്കുന്നതാണല്ലോ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിന് അല്പം കരുത്തൊന്നുമില്ല. ഒന്ന് ജീവൻ വെച്ചു എന്ന് പ്രതിപക്ഷം തോന്നിപ്പിക്കുന്ന രീതിയിലൊരു പ്രചരണം നടത്തുകയും രാജ്യത്തുടനീളം തീവ്രവാദ സംഘടനകൾ, അതല്ലെങ്കിൽ മതമൗല്യവാദികൾ, രാജ്യവിരുദ്ധ ശക്തികൾ, ഇതെല്ലാം ഒരേ സ്വരത്തിൽ സമരത്തിൻ്റെ പേരിലായാലും എന്തു നടത്തിയാലും അതിനകത്തൊരു ആരോപണത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ വെളി രാജ്യങ്ങൾ ആരോപിക്കുന്നതൊക്കെ ശരിയാവുന്ന രീതിയിലായാലും ഒക്കെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ, ഇതിനൊന്നും ഒരു കുറ്റവും പറയാത്ത പ്രതിപക്ഷവും, അല്ലെങ്കിൽ അതിനെല്ലാം ഇൻഡയറക്റ്റ് പരിശോധിക്കുമ്പോൾ പല മേഖലയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രതിപക്ഷവും അതിനെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന അവരുടെ ഒരു ടാർഗറ്റ് അവരുടെ ഒരു ഇന്ത്യയിലെ അവരുടെ ഒരു ഇത് പരിശോധിക്കുമ്പോൾ ഇവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന മോദി, അമിത്ഷാ എന്നൊക്കെയാണ്. നമ്മൾ 2004 തോന്നുന്നു അല്ലേ? അതെ, 2004 അന്ന് എനിക്കൊന്ന് തോന്നുന്നു 2004 ആകുമ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം, അല്ലെങ്കിൽ അന്ന് BJP ജൂൺ 15 അന്നായിരുന്നല്ലോ ഒരു ഈ ഏറ്റുമുട്ടൽ കൊലപാതകം അല്ലേ? പ്രാണേഷ് കുമാറും ഇഷർ ജർഖാൻ. അപ്പോൾ ഇത് അന്ന് അതിന് കാരണം പറഞ്ഞത് ഇവിടെ വെച്ച് ഗുജറാത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ 2000 കലാപത്തിന് മുമ്പ് വന്നു. അതിനുശേഷം അദ്ദേഹം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി 13 കൊല്ലം ഇരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഈ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും അടുത്തൊരു സംസ്ഥാനമാണ്. അവിടെ എന്നും പ്രശ്നമായിരുന്നു. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നും ഒരു 6 മാസം കൂടിയിരിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടാവുകയും ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം അവിടെ തീർത്തും തീവ്രവാദികളുടെ ഇടപെടിയിൽ നടക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ സ്ഫോടനത്തിൽ ആൾക്കാരെ കൊല്ലാൻ പറ്റാത്ത രീതിയിലോ ആ സംസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന്, കാരണം സമുദ്ര അതിർത്തി വളരെ എളുപ്പത്തിൽ അവർക്ക് വരാനും കടന്നു പോകാനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാനും വളരെ മുംബൈ ആക്രമണത്തിന്റെ അവർ വന്നത് തന്നെ അതിലൂടെയാണ്. അപ്പം അത്തരത്തിലുണ്ടായിട്ട് പോലും നടക്കുന്നില്ല. കാരണം അത് കൃത്യമായിട്ട് ഒരു ഇടപെടിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതിനെയെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെൻറ് സംവിധാനം അവിടെ ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതിനെയെല്ലാം അല്ലെങ്കിൽ നിൽക്കണമെങ്കിലും അവിടെ പ്രവർത്തനം ചെയ്യണമെങ്കിലും നമ്മളുടെ ഗവൺമെൻറ് സംവിധാനത്തിനകത്ത് പിടിപാടുണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പണ്ടും ഇപ്പോൾ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് വന്ന് നമ്മുടെ സംവിധാനമൊക്കെ വളരെ, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും മിലിറ്ററി സംവിധാനവും ഒക്കെ കുറച്ചുകൂടെ വളർന്നെങ്കിലും പണ്ടും നമ്മൾ ഇതിനകത്തൊന്നും പുറകോട്ടല്ല. പക്ഷേ എന്തും ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനെയെല്ലാം പിടിച്ച് പുറകോട്ട് വലിച്ചിരുന്നു. അതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങളെല്ലാം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നില്ല. അത് ഒരു പക്ഷേ കറാച്ചിയിൽ പോയി നമ്മൾ അന്ന് ഇന്നാളി പറഞ്ഞതുപോലെ ഈ ബോംബെ സ്ഫോടന കേസിലെ
പ്രതിയായിട്ടുള്ള വധിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിന്നവരെ തിരിച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ 25 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അന്ന് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലുകയാണ്. അപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഫോൺ കോൾ ചെല്ലുന്നു, ആ അറ്റംപ്റ്റ് പരാജയപ്പെടുന്നു. വളരെ കാലം മുമ്പ്, എത്രയോ കാലം മുമ്പ്, അപ്പം എന്നും അതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്നില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 14 പേരെ ഇന്നലെ പിടിക്കാൻ സാധിക്കുന്നത്. കാരണം ഈ 14 പേരും ഇന്ത്യയിൽ തന്നെ ഉള്ള ആൾക്കാരാണെന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു നേതാവെന്ന് പറയുന്ന ആൾ ഡോക്ടർ ജസ്തിയാൻ അല്ലേ, ഇസ്തിയാക്ക് അയാൾ ഒരു ഡോക്ടറാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് റാഞ്ചി സ്വദേശി. അപ്പോൾ ഇവരെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ ഇവർ വളരെ കാലം കൊണ്ട് ഇവിടെയുണ്ട്. അവരുടെ പ്രവർത്തനം രാജസ്ഥാനിലെ ഫിവാഡയിലാണ് ഇവർ ആയുധ പരിശീലനം. അതിനകത്ത് 6 പേര് ആയുധ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ആയുധ പരിശീലനവും വിദേശ പരിശീലനവും ഒക്കെ ലഭിച്ചവരായിരിക്കും. അതുകൊണ്ട് 14 പേരെ പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഒരുപോലെയാണ് പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ, കാരണം ജാർഖണ്ഡിൽ നിന്ന് പിടിക്കുന്നു, UP നിന്ന് പിടിക്കുന്നു, പിന്നെ രാജസ്ഥാനിൽ നിന്ന് അല്ലേ, രാജസ്ഥാനിൽ ഇവിടെ 3 ഒരേ സമയം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം സംവിധാനം അവരെ പിടികൂടുകയാണ്. കാരണം എത്രത്തോളം വലുതാണ്, എത്രത്തോളം പ്രവർത്തനമായിട്ട് നടക്കുന്നുണ്ടായിട്ടാണ് ഇന്ത്യയിൽ സമാധാനത്തോടു കൂടി ഇവിടുത്തെ ഈ വലിയ വലിയ നേതാക്കന്മാരൊക്കെ നടക്കുകയും, എല്ലാ പാർട്ടിയുടെയും കാര്യമാണ്. ഇപ്പോൾ മോദിയുടെ മാത്രം കാര്യമല്ല, അവർക്ക് അവരുടെ പ്രസൻസ് അറിയിക്കുന്നതിന് വേണ്ടി ആരെയും മത നേതാക്കന്മാരെ കൊല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വിഷയം ഉണ്ടാക്കുന്നതിന് ഒരു മുസ്ലിം നേതാവിനെയും കൊന്നാൽ പോരെ. മര്യാദയ്ക്ക് നടക്കുന്ന ഏറ്റവും മാന്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മുസ്ലിം നേതാവ് കാച്ചുവോ അവണ്ടില്ലേ ഹിന്ദുക്കൾ കൊന്നു. പണ്ട് ഇവിടെ ഒരു സംഘടന അങ്ങനെ ചെയ്ത് പിന്നെ അവരെ വരവ് അറിയിക്കാൻ വേണ്ടി രാവിലെ നടന്നു പോയ ഒരു 60 വയസ്സുള്ള മനുഷ്യനെ കൊന്നു, DHR. അതോടുകൂടി അവന്റെ വരവ് അറിഞ്ഞു, തീർന്നു. കാരണം പോലീസ് നിന്ന് കൃത്യമായിട്ടേ, അന്ന് എനിക്ക് തോന്നുന്നു പിണറായി ആണെന്ന് തോന്നുന്നു, അച്യുതാനന്ദൻ അപ്പോൾ കൃത്യമായിട്ട് ഇടപെട്ടു. അതിനകത്തൊക്കെ ചില കാര്യത്തിനകത്തൊക്കെ നമ്മൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ചില സമയം വേണമെന്ന് വെച്ച് ഇടപെടുന്ന ചില കാര്യങ്ങളിൽ കാത്ത് പിന്നെ അത് കാണത്തേ ഇല്ല. അതോടുകൂടി ആ DHR എന്ന് പറയുന്ന സാധനം ഇപ്പം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ പേപ്പറിൽ എഴുതി വെച്ച് നോക്കാനേ പറ്റും. കറുത്ത ഒക്കെ ഉണ്ട്. അവർ വേറൊരു സ്റ്റൈലിൽ പോകാൻ വേണ്ടിയായിരുന്നു. അതുപോലെയാണ് ഇവരുടെയും സ്വഭാവം. അവർക്ക് ഈ ആരോടും പ്രത്യേക താല്പര്യമൊന്നുമില്ല. ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് ഒരുമിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കാര്യം പറയും, സ്വർഗത്തിൻ്റെ കാര്യം പറയും എന്നൊക്കെ ഉള്ളൂ. ഇവരുടെ എല്ലാം ഉദ്ദേശം വേറെയാണ്. ഇവിടെ നേതാക്കന്മാരുടെ ഉദ്ദേശം ചാപ്പ അടിക്കുകയും കൂറികളെ കിട്ടുകയും ഒക്കെയാണ് ഇവിടുന്ന്. അപ്പം ഞാനീ പറഞ്ഞത് ആ അൽഖ്വയ്ദ തന്നെയാണ് ഈ അൽഖ്വയ്ദ. അന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന അവരുടെ പേരിന് പ്രാണേഷ് കുമാർ ഇർഷദ് ജഹാൻ എന്ന് പറയുന്ന ഈ ഏറ്റുമുട്ടൽ, പ്രാണേഷ് കുമാർ പിന്നീട് പോയിട്ട് ജാവേദ് ഷെയ്ഖ്, ഞാൻ പറഞ്ഞുതരാം. പ്രാണേഷ് കുമാറിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. കാരണം അന്ന് നമ്മൾ മാധ്യമങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അമിത്ഷായുടെ ഒരു കാര്യം ഇനി പറയാം, യോഗിയുടെ കൂട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ മാതിരിയുള്ള തീവ്ര സംഘടനകളിൽ ഇല്ലാതായത്. കൃത്യമായ നിലപാടെടുക്കും, ആൾക്കാരെ പിടിച്ചു കഴിയും, അവന്മാരെ അവരുടെ ഭാഗത്തുനിന്ന് ഇവരെ എല്ലാം കളക്ട് ചെയ്യും. എന്തൊക്കെ അവൻ്റെ മനസ്സിലിപ്പുണ്ട്, എവിടെയൊക്കെ അവൻ സാധനം അല്ലെങ്കിൽ വയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാനിങ് ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെയും കൊല്ലും. എന്തിനെ ബോംബെ സ്ഫോടന കേസിൽ അന്നൊരു പ്രതിയെ നമ്മൾ അവസാനം തൂക്കിക്കൊന്നില്ലേ, ആ പ്രതിയെ ഒരു ദിവസം അന്നത്തെ കാലത്ത് പാർപ്പിച്ചതിന് ഇന്ത്യ ഗവൺമെൻറ് ചിലവ് എത്ര എന്നറിയാം? 3 കോടി രൂപ. എന്താ കിട്ടിയവനെ അത്രയും നാൾ ഇവിടെ ചോദ്യം ചെയ്തിട്ട്? അവൻ പ്രത്യേക പരിശീലനം കിട്ടിയവനെ അവനെ എങ്ങനെ ചോദ്യം ചെയ്താലും അവൻ പറയത്തില്ല. പട്ടാള പരിശീലനം അല്ലെങ്കിൽ ഇതുപോലുള്ള പരിശീലനം കൊടുത്തിട്ടുള്ളവനെ എവിടുന്നേ അവനെ എങ്ങനെ കൊല്ലുക എന്നുള്ളതേ, എങ്ങനെ പരിശീലനം എവിടെ ആണി അടിച്ച് കയറ്റിയാലും. പിന്നെ നമ്മുടെ ഇപ്പോൾ വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ത്യയുടെ കൂട്ട് ടോർച്ചറിങ്, ഇന്ത്യയുടെ ടോർച്ചറിങ് പോലെ ലോകത്തൊരു രാജ്യത്തിനും ഇല്ലെന്നാണ്. ടോർച്ചറിങ് അവരെടുക്കും. എന്നാലും അത് കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഇതിനെ കാച്ചിക്കളഞ്ഞൂടെ? എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നതിന്? ഇപ്പം തന്നെ ഒരു ഭീകരവാദിയെ തുറന്നു വിടേണ്ടി വന്നത് അവനെ അവിടെ വെച്ചോണ്ടിരുന്നിട്ടില്ലേ ബംഗ്ലാദേശിൽ? അവന് ലോകത്തിനെല്ലാം നാശമല്ലേ? അപ്പം ഇങ്ങനെയുള്ളൊരു അമിത്ഷാ പോലീസ് വണ്ടിയും കൊണ്ടുപോകും, ഇറക്കി വിടും, യോഗി ചെയ്യുന്ന പോലെ അവനെ കാച്ചിക്കളയുമായിരുന്നു. അതങ്ങ് വലിയ സങ്കടമായി ഇവിടുത്തെ ആൾക്കാർക്ക്. ഈ സങ്കടപ്പെടുന്ന ആൾക്കാരാരാന്നറിയാമല്ലോ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളായിരുന്നു. പ്രാണേഷ് കുമാറും പിന്നെ ഇർഷദ് ജഹാനും. എനിക്ക് പ്രാണേഷ് കുമാറിനെ അറിയാം, വ്യക്തിപരമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മോനാ പന്തളത്ത്, എൻ്റെ ഗോപിനാഥൻ പിള്ള എന്ന് പറയുന്ന ആൾ. രാവിലെയും വൈകിട്ടും ഞാൻ നേരത്തെ ഇത് പറഞ്ഞ അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കുറിയും തൊട്ടുകൊണ്ട് പറഞ്ഞ പയ്യൻ ഒരു സുപ്രഭാതം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ പോയതാ. പിന്നെ വരുന്നത് ഇത്രയും താടിയും തൊപ്പിയും വെച്ചിട്ട് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം മതം മാറി. അപ്പോൾ പിന്നെ അതേ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യാൻ ഇവൻ പെരയ്ക്കകത്ത് കയറിയിട്ട് അടച്ചിരിക്കുക. ബന്ധുക്കളോട് ആരോടും മിണ്ടില്ല. പിന്നെ ആരോടും സഹകരണമില്ല. എങ്ങനെയോ വരുന്നു. പിന്നെ അവൻ വരാതായി. കൊല്ലത്തിലൊരിക്കൽ പോലും വരാതായി. അപ്പോൾ അവിടുന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. അവരെയും കൊണ്ട് ഒരു വട്ടം എങ്ങാണ്ട് വന്നു. ഒരു ബന്ധവുമില്ല. അപ്പോൾ പിന്നെ ഒരു സുപ്രഭാതത്തിൽ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നു. അങ്ങനെയാണ് ഇവരും അറിയുന്നത്.
അപ്പം ഈ മരിച്ചു പോകുന്നു. അപ്പോൾ ഇവർ മോൻ മരിച്ചല്ലോ. എൻ്റെ ഇപ്പോൾ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്തുവാ, നിരപരാധികളെ കൊള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായതുകൊണ്ടും മതം അറിയതുകൊണ്ടും നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് കൊന്നു, അവരുടെ ഗുഹ്യഭാഗങ്ങളാണ് തകർത്തിരിക്കുന്നത്, അവരെ പീഡിപ്പിച്ചു, അതറിയാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് അങ്ങനെ ഭയങ്കര പ്രചരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ തെളിയുന്നത് വരെ നിരന്തരം പ്രചരണമായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങളിലൊന്ന് ജോൺ അറിയാലോ, മാധ്യമ പ്രവർത്തനമാണല്ലോ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമല്ലോ. എന്തോ ഒരു തെറ്റിദ്ധാരണജനകമായ പ്രചരണം. അവസാനം ഈ പ്രചരണം നിന്നത് എന്നാണെന്ന് ജോൺ അറിയാമോ? ഇവിടുത്തെ മാധ്യമങ്ങളുടെ വായടഞ്ഞു പോയത്. അമേരിക്കയിൽ ഒരു കൊടും ഭീകരനെ പിടിച്ചു. അയാളുടെ പേരെന്തുവാ ജോൺ? ഡേവിഡ് ഹെഡ്ലിയെ പിടിച്ചപ്പോഴാണ് അന്നും അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നുണ്ട് ഇവർ അൽ-ഖ്വയ്ദ നിയോഗിച്ച മോദിയെ വധിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്. ഇത് ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായതാണ്. അവരെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുന്നതെല്ലാം മനസ്സിലായി. ഇവൻ തീവ്രവാദിയെ പിന്നെ എന്തോ വെച്ചു ചോദിക്കുന്നത്, കൊന്നു കളഞ്ഞ ഇതാണ്, അല്ലെങ്കിൽ കൊന്നാണ്, സമ്മതിക്കത്തില്ല, പ്രത്യേക വൈരാഗ്യത്തോടു കൂടി കൊന്നാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ കച്ചകെട്ടി നിരന്തരം. അന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിനകത്ത് എന്തോ ഒരു അജണ്ടയുണ്ട്. ഡേവിഡ് ഹെഡ്ലി, അമേരിക്കക്കാരൻ അവിടുന്ന് പറഞ്ഞു, ഡേവിഡ് ഹെഡ്ലി ചോദ്യം ചെയ്തപ്പോൾ ആദ്യമേ പറയുന്നത് നരേന്ദ്രമോദിയെ വധിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ ഞാൻ നിയോഗിച്ചിരുന്നു. ആ ടീമിനകത്ത് പ്രധാനപ്പെട്ട 2 പേരുടെ പേര്, ഈ പേരാണ് പ്രാണേഷ് കുമാറും ഷർജഹാനും. അപ്പോൾ അമേരിക്ക അന്ന് ആ പ്രതിയുടെ അല്ലെങ്കിൽ ആ ഒരു കൊടും ഭീകരനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെളിവിട്ടു. അന്നേരം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് തരണം, വിട്ടു തരണം, പറ്റത്തില്ല. അന്ന് ഇവിടുന്ന് അദ്ദേഹത്തെ ചോദ്യം നമ്മളെ വീഡിയോ കോൺഫറൻസിങ് ചോദ്യം ചെയ്യും. പിന്നെ അവിടെ പോയി ചോദ്യം ചെയ്യുന്നതിനാണ്. അതിന് അന്നത്തെ CBI DIG ആയിരുന്നു ബെഹ്റ. പിന്നെ നമ്മുടെ DGP ആയിരുന്നല്ലോ. ഇപ്പോഴും അദ്ദേഹം കേരളത്തിലുണ്ടല്ലോ, കേരളത്തിൽ വോട്ടൊന്നുമില്ല. നമ്മുടെ ഇതിന്റെ കൊച്ചി മെട്രോയുടെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം, അതിന്റെ ഹെഡായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോഴേ ഇവിടെ വായടഞ്ഞത്. അല്ലെങ്കിൽ ഇന്നും പ്രാണേഷ് കുമാറിനെ കൊന്ന മോദി, പ്രാണേഷ് കുമാർ മതം മാറിയോണ്ട് കൊന്ന മോദി എന്ന് പറഞ്ഞുകൊണ്ട് വായലിച്ചേന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം. ഈ മാധ്യമ പ്രവർത്തനം അറിയാതെ ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കേരളത്തിലുടനീളം നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടില്ലായിരുന്നു, ഞങ്ങൾ ഈ SDPIക്കാർ ചെയ്യുന്നത്, മനോരമയുടെ മാധ്യമപ്രവർത്തകരുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ പേര് വേണ്ട, മാധ്യമപ്രവർത്തകർ പറഞ്ഞ SDPIക്കാർ ചെയ്യുന്നത് ശരിയാണ്, പറയാത്തത് എന്താണെന്നറിയാം, RSSകാരൻ വളർന്നു കൂടുന്നു. അപ്പം SDPIക്കാർ ഇവരുടെ അമ്മച്ചൻ്റെ മോനും RSS ഇന്ത്യക്ക് വെളിയിലുള്ള ആളുമാണല്ലോ, മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തനം. അതുകൊണ്ട് ഈ അൽ-ഖ്വയ്ദയുടെ വേര് വല്ലതും ചകയുമ്പോൾ ഇവിടോട്ട് വന്നാൽ ആരും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എല്ലാത്തിൻ്റെയും മൂലവേര് ഇപ്പോൾ കേരളത്തിലാണെന്നാണ് പറയുന്നത്. അത് പരിശോധിച്ച് വരുമ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഞാനീ പറഞ്ഞതുപോലെ വളരെ കാലങ്ങൾക്ക് മുമ്പേ അൽ-ഖ്വയ്ദ എന്ന് പറയുന്നതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിലുടനീളം വ്യാപിച്ച് കിടപ്പുണ്ട്. അത് പലവട്ടം തലപൊക്കിയതാണ്. കഴിഞ്ഞ 10 കൊല്ലം ഇതൊക്കെ ഏതാണ്ട് മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു. വീണ്ടും ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സംഭവം തോന്നിപ്പിക്കുന്നത്. അപ്പം ഇതിനെല്ലാം വെള്ളവും വളവും കൊടുക്കുന്ന ഒരു സംവിധാനം വീണ്ടും ഇന്ത്യയിൽ ഉടലെടുത്തോ എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമ്മുടെ സംവിധാനങ്ങളും അജിത് ഡോവലും അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ഇന്ത്യയിലെ പ്രവർത്തനത്തിനകത്ത് കൂടുതൽ കൃത്യതയോടുകൂടി നീങ്ങുന്നതുകൊണ്ടാണ് ഇവരെ പിടിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. അപ്പം അന്ന് മോദിയെ വധിക്കാൻ ശ്രമിച്ച ആ അൽ-ഖ്വയ്ദ തന്നെയാണ് ഈ അൽ-ഖ്വയ്ദ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.